ആനയെ മയക്കുന്ന അരിങ്കോടർ എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരാളുണ്ട് ഈ വടക്കൻപാട്ടിൽ ആരോൾ ചേകവരോട് ഏറ്റുമുട്ടി വീരമൃത്യു വരിച്ച അരിങ്കോടർ തന്നെ. അദ്ദേഹത്തിന് മയക്കുവിദ്യ അറിയാമായിരുന്നു എന്നാണ് എതിർഭാഗത്തുള്ള ചേകവന്മാർ പറഞ്ഞത്. അതായത് എത്ര ശക്തനായ എതിരാളിയെയും പുള്ളി കണ്ണ് ചിമ്മി തുറക്കുന്ന നേരത്തിനകത്ത് പരാജയപ്പെടുത്തുമായിരുന്നു. അതുകൊണ്ടാണ് പുള്ളിയെ മയക്കുവിദ്യ കൊണ്ട് മായം തിരിയുന്ന ചേകവനാണ് എന്നൊക്കെ വടക്കൻപാട്ടിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓർക്ക കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ ഇതുപോലെ ആനയെ മയക്കുന്ന ഒരു അരിങ്കോടറുണ്ട്. അദ്ദേഹത്തെ വേണമെങ്കിൽ നമുക്ക് ആനമയക്കി എന്ന് വിളിച്ചാലും തെറ്റില്ല. ആനമയക്കി എന്ന് പറഞ്ഞത് എന്താ നിങ്ങൾക്ക് അറിയാതിരിക്കുന്നത് ഞാൻ വിചാരിക്കുന്നു. അതായത് ഡയസപ്പം എന്നറിയപ്പെടുന്ന ഒരു കെമിക്കലാണ്. ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ കള്ള് ഷാപ്പിൽ ഈ പച്ചവെള്ളം യേശു ക്രിസ്തു വീഞ്ഞാക്കി എന്ന് പറഞ്ഞ പോലെ ഈ ഡയസബാം ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ തെങ്ങിൻ കള്ള് ഉൽപ്പാദിപ്പിക്കുന്നത്. തെങ്ങിൻ്റെ മുകളിലല്ല കള്ളുണ്ടാവും, അത് മേശപ്പുറത്താണ് ഉണ്ടാകുന്നത്. മേശപ്പുറത്ത് വെച്ച് ഇത് കലക്കുന്ന ഈ ആനമയക്കി കലക്കിയിട്ട് കള്ളായിട്ട് ഈ കുടിയന്മാർക്ക് വിതരണം ചെയ്തവരെ പറ്റിക്കുക. അതിനാണ് ആനമയക്കി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആനയെ മയക്കുന്ന ഒരാൾ നമ്മുടെ കേരള രാഷ്ട്രീയത്തിലുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് VN വാസവൻ എന്നാണ്. അത് നിങ്ങൾ ഉദ്ദേശിച്ച ആൾ തന്നെ നമ്മുടെ കേരളത്തിലെ മഹാനായ മന്ത്രി വാസവൻ തന്നെ. വാസവന്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ അരിങ്കോടനെ വില്ലുന്ന കഴിവാണ്. എത്ര ശക്തനായ പ്രതിയോഗിയും പുള്ളി വളരെ പെട്ടെന്ന് കയ്യിലെടുക്കുകയും മയക്കുകയും പുള്ളിയുടെ വരുതിക്കകത്ത് കൊണ്ടുവരികയും ചെയ്യും. അതിന് ഏറ്റവും പുതിയ ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ പ്രിയങ്കരനായ NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരാണ്. സുകുമാരൻ നായർ നമുക്കറിയാമല്ലോ, പുള്ളിയെ ഒരു വിധത്തിലും ആർക്കും വളയ്ക്കാനോ തിരിക്കാനോ ഒന്നും പറ്റുകയില്ല. സുകുമാരൻ നായർ ഒരു പിടിച്ചാൽ കിട്ടാത്ത പുള്ളിയാണ്. അങ്ങനെയുള്ള സുകുമാരൻ നായരെ പുള്ളി കുപ്പിയിലാക്കി. ആര്? വാസവൻ കുപ്പിയിലാക്കിയെന്ന് മാത്രമല്ല കോർക്കിട്ട് അടക്കുകയും. ഇപ്പോൾ സുകുമാരൻ നായർ ഇടതുപക്ഷ സർക്കാരിനോടുള്ള എല്ലാ വൈരവും മറന്നു ശബരിമല വിഷയത്തിലടക്കമുള്ള അവരുടെ എല്ലാ നിലപാടുകളെയും പിന്തുണച്ച് കേരള സർക്കാരിൻ്റെ വിഖ്യാതമായ ശബരിമല നയത്തെയും ബാക്കി എല്ലാ നയങ്ങളെയും പിന്തുണയ്ക്കുന്ന പിണറായി വിജയൻ്റെ ഒരു ആരാധകൻ അല്ലെങ്കിൽ ഒരു മച്ചമ്പിയായിട്ട് മാറിയിരിക്കുക. ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും എപ്പോഴെങ്കിലും ഊഹിക്കാൻ പറ്റുമായിരുന്നു? നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമായിരുന്നു? സത്യം പറഞ്ഞിട്ട് എനിക്ക് പറ്റുമായിരുന്നില്ല. G. സുകുമാരൻ നായരെ അറിയാവുന്നതുകൊണ്ട് പറയാം, പുള്ളിയെ കോൺഗ്രസ്സുകാർക്ക് തന്നെ മേക്കാൻ ബുദ്ധിമുട്ടാണ്. യശസ്വരീയനായ മാണി സാറിന് ഇദ്ദേഹമായിട്ട് വലിയൊരു ഹൃദയബന്ധമുണ്ട്. മുൻ കേന്ദ്രമന്ത്രി PJ കുര്യനും ഇദ്ദേഹമായിട്ടൊരു അടുപ്പമുണ്ട്, ഹൃദയബന്ധമുണ്ട്. പിന്നെ ഒരു ചെറിയ അളവ് വരെ നമ്മുടെ കോൺഗ്രസ് MP യും അഖിലേന്ത്യാ നേതാവുമായിരിക്കുന്ന കൊടിക്കുന്നിൽ സുരേഷ് അദ്ദേഹത്തിൻ്റെ ഒരു സേവകൻ, അല്ലെങ്കിൽ ശ്രീരാമനെ കാണുമ്പോൾ ശ്രീരാമൻ്റെ മുമ്പിൽ സുഗ്രീവൻ നിൽക്കുന്ന പോലെ നിൽക്കുന്ന ഒരാളാണ് ഈ കൊടിക്കുന്നിൽ സുരേഷ്. ഒരു കാലത്ത് പുള്ളിക്ക് ചെന്നിത്തല ഇഷ്ടമായിരുന്നു, ഇപ്പം ആ ഇഷ്ടം പെറ്റി, പഴയ പോലെ താല്പര്യമൊന്നുമില്ല. പിന്നെ KC വേണുഗോപാലായിട്ട് അടുപ്പ് വരും, പക്ഷെ ആ അടുപ്പവും ഇപ്പം ഇല്ലാതെ. ഇപ്പോൾ പുള്ളിക്ക് കോൺഗ്രസ് എന്ന് കേട്ട് കഴിഞ്ഞാൽ ചതുർത്ഥിക്ക് ചന്ദ്രനെ കണ്ടുപോലെ. സുകുമാരൻ നായർക്ക് എന്ന് കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം വരും. കോൺഗ്രസ് മുഴുവൻ പറയണ്ട. VD സതീശനെ പുള്ളിക്ക് പണ്ടേ കണ്ടുകൂടാ, ഇപ്പോഴും കണ്ടുകൂടാ, ഒരു മാറ്റമില്ല. അപ്പോൾ ഇതാണ് സുകുമാരൻ നായരുടെ ഒരു രീതി. പുള്ളിയെ അങ്ങനെ വളയ്ക്കാനോ തിരിക്കാനോ വശീകരിക്കാനോ ആർക്കും പറ്റില്ല. അങ്ങനെ മാത്രമല്ല, അദ്ദേഹം ഒരു ഭയങ്കര മാർക്സിസ്റ്റ് വിരുദ്ധനുമാണ്. എന്ന് കേൾക്കുമ്പോൾ തന്നെ പുള്ളിക്ക് ശൂണ്ടി വരും. മാർക്സിസ്റ്റ് എന്ന് മുഴുവൻ പറയണ്ട. അങ്ങനെയുള്ളതായ സുകുമാരൻ നായർ ദാ വാസവൻ പിടിച്ച പിടിയാലെ ഒരു മാർക്സിസ്റ്റ് മച്ചമ്പിയാക്കി മാറ്റിയിരിക്കുക. ഇപ്പോൾ വാസവൻ പറയുന്നതനുസരിച്ചിട്ടാണ് സുകുമാരൻ നായരുടെ രാഷ്ട്രീയ നിലപാടുകൾ തീരുമാനിക്കപ്പെടുന്നത്. വാസവൻ പറയുന്നു, സുകുമാരൻ നായർ ചേട്ടാ നമുക്ക് ഇന്ന രീതിയിൽ ചെയ്യണം, നമുക്ക് ആഗോള അയ്യപ്പ സംഗമം നടത്തണം. ഉടനെ പുള്ളി പറഞ്ഞാൽ അതിനെന്താ നമുക്ക് നടത്തിക്കളയാം, അതിൽ NSSന്റെ പ്രതിനിധി അയക്കണം. പുള്ളി പറഞ്ഞാൽ അതിന് കുഴപ്പമൊന്നുമില്ല, ആളെ അയക്കണം. അത് കഴിഞ്ഞ് വെള്ളാപ്പള്ളി നടേശനുമായിട്ട് പുള്ളിക്ക് പണ്ടേ വലിയ വിപ്രതിപത്തിയാണ്. പണ്ടേ ഇദ്ദേഹത്തിൻ്റെ പേരിട്ട മറ്റേ അദ്ദേഹത്തിൻ്റെ പേരിട്ട് ഇദ്ദേഹത്തിന് ചൊറിയുമായിരുന്നു. ഇപ്പോൾ അത് കംപ്ലീറ്റ് ചൊറിച്ചിൽ മാറി. നടേശൻ മുതലാളിക്ക് സുകുമാരൻ ചേട്ടന് മുതലാളിയോടും ഭയങ്കര മോഹബത്തായി. ഈ 89 വയസ്സായ വെള്ളാപ്പള്ളി നടേശന് ഇങ്ങനെ പത്തറിലേക്ക് കയറി തട്ടിക്കളിക്കുന്നത് ശരിയല്ല എന്ന് പുള്ളി പറഞ്ഞു. അത് മാത്രമല്ല, നായർ ഇടവ ഐക്യം ഇവിടെ പ്രാവർത്തികമാക്കാൻ പോവുകയാണ്. ആരൊക്കെ എതിർത്താലും ഞങ്ങൾക്ക് പുല്ലാണ് എന്ന നിലപാടിലേക്ക് വന്നിരിക്കുക. ഇനിയിപ്പോൾ വിശ്വകർമ്മ സഭയും ധീവര സഭയും ബ്രാഹ്മണ സഭയും യോഗക്ഷേമ സഭയും ഒക്കെ ഇവരുടെ ഈ ഐക്യകാഹളം കേട്ട് ഒന്നിച്ചു കൂടും. നായർ മുതൽ
എന്താണ് നായാടി മുതൽ നമ്പൂരി വരെ എന്നായിരുന്നു മുദ്രാവാക്യം. ഇപ്പം അത് പരിഷ്കരിച്ച് നായാടി മുതൽ നസ്രാണി വരെ എന്നാക്കി. അപ്പൊ അങ്ങനെ വലിയൊരു ഐക്യമുന്നണി ഉണ്ടാകാൻ പോവുകയാണ്. ആ ഐക്യമുന്നണിയുടെ നായക സ്ഥാനത്ത് ആരായിരിക്കും? അതിൻ്റെ ജനറൽ കൺവീനർ ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശനും അതിൻ്റെ ചെയർമാൻ സ്വാഗത സംഘ അധ്യക്ഷൻ ശ്രീമാൻ സുകുമാരൻ നായർ. അങ്ങനെ ഒരു പുതുയുഗ പിറവി കേരളത്തിലുണ്ടാകാൻ പോവുകയാണ്. ഇനി അങ്ങോട്ട് ഈ ലീഗുകാരും അതുപോലുള്ള ആൾക്കാരുടെ വയറ്റിപ്പഴപ്പ് രാഷ്ട്രീയത്തിന് ഇവർ ഒരു തരത്തിലും പിന്തുണയ്ക്കുന്നതല്ല. അവരുടെ പിന്തുണയുമില്ല, മുൻതുണയുമില്ല, ഒരു തുണയുമില്ല. ഇനി അങ്ങോട്ട് ഏറ്റുമുട്ടലിൻ്റെ സംഘർഷത്തിൻ്റെ നാളുകളാണ് വരാൻ പോകുന്നത്. നായർ ഇഴവ ഐക്യം കഴിഞ്ഞാൽ പിന്നോട്ടിനെ നടക്കാൻ പോകുന്നത് ഈ UDF-നകത്തുള്ള സംഘർഷങ്ങൾ മോചിപ്പിക്കുക, ഇവിടെ മുസ്ലിം ലീഗ് ഇല്ലാത്തൊരു ഭരണം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അപ്പം ഇങ്ങനൊരു ദൗത്യമായിട്ടാണ് നമ്മുടെ നടേശ സുകുമാരന്മാർ രംഗത്തിറങ്ങിയിട്ടുള്ളത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ കുറേ കാലമായിട്ട് ആ ഇടതുപക്ഷ സർക്കാരിനെ പിന്തുണയ്ക്കുകയും UDF-നെ പള്ളു പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. പക്ഷേ സുകുമാരൻ നായർ അങ്ങനെ ആയിരുന്നില്ല. ഇപ്പൊ അദ്ദേഹം കൂടി ആ ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഏതായാലും ഹിന്ദുക്കളുടെ നല്ല കാലം എന്നല്ല നമുക്കൊന്നും പറയാനില്ല. കാരണം ഈ രണ്ടുപേരും കൂടി ചേർന്നാൽ പിന്നെ പലതും നടക്കും ഈ നാട്ടിൽ. അപ്പൊ അങ്ങനെ പലതും നടക്കുന്ന കാണാൻ വേണ്ടി നമ്മളൊക്കെ താല്പര്യപൂർവ്വം കാത്തിരിക്കുകയാണ്. ഏതായാലും ഈ നടേശ സുകുമാര സഖ്യത്തിന് എല്ലാ ഭാവുകളും ആശംസിക്കുന്നു. ഇത് കേരളത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഭൂരിപക്ഷ സമുദായക്കാരുടെ ഒരു വലിയ കാഹളത്വരിയായിട്ട് ഉണർത്തുപാട്ടായിട്ട് മാറും എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ആശംസിക്കുന്നത്. ഈ സംരംഭത്തിന് എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. ജയ് പിണറായി വിജയൻ, ജയ് വെള്ളാപ്പള്ളി നടേശൻ, ജയ് ജയ് സുകുമാരൻ നായർ.